ഒന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് എത്തിയാൽ പിന്നെ നല്ല ബിരിയാണി കഴിക്കണം. ബിരിയാണിയോട് കഴിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞു. ഇതാണല്ലേ എപ്പോഴും നടക്കുന്നത്. എന്നാൽ പിന്നെ ബിരിയാണി കഴിക്കാതിരുന്നൂടെ? ബിരിയാണി കഴിക്കണം, എന്നാലേ പെരുന്നാൾ പൂർണ്ണമാകുള്ളൂ. അത് നല്ല ദമ്മിട്ടെടുത്ത ബീഫ് ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ആഹാ, എന്താ രസമല്ലേ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ നല്ല ബീഫ് ബിരിയാണിയുടെ ലവറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. എൻ്റെ അടുത്തൊരു കുട്ടി കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ത ബിരിയാണി വെച്ചു എന്ന്. ഞാൻ ബിരിയാണി വെച്ചിരുന്നു, ബീഫ് ബിരിയാണിയാണ് വെച്ചത്. പിന്നെ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി, കൂടെ ചിക്കൻ പൊരിച്ചത്. ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു പെരുന്നാൾ ആഘോഷം. കുഞ്ഞതല്ല കേട്ടോ, അൽഹംദുലില്ലാ, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിച്ചു. അപ്പം നിങ്ങളുടെയൊക്കെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പോരട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ്, എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? അങ്ങനെ ബിരിയാണിയും തിന്നു, പെരുന്നാളും കഴിഞ്ഞു, എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലേ.